പ്രഖ്യാപനം നടപ്പിലാക്കുക. പ്രഖ്യാപനം നടപ്പിലാക്കുക. ചരക്ക് കപ്പൽ കടന്നുകയറ്റം. ചരക്ക് കപ്പൽ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, നിരോധിക്കുക. അവസാനിപ്പിക്കുക, നിരോധിക്കുക. SCPI സിന്ദാബാദ്. SCPI സിന്ദാബാദ്. നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ട് കപ്പലിടിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് SDPI ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതി മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിക്കാനുണ്ടായ സംഭവത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അലംഭാവത്തിനെതിരെ SDPI പൊന്നാനി ഫിഷറീസ് DD ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചരക്ക് കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ചത് മൂലം മരണപ്പെട്ട പൊന്നാനിയിലെ പിക്കിന്റെ ഗഫൂർ, കുറിയമ്മ കാനകത്ത് സലാം എന്നീ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർ നിരാലംബരായി മാറിയിരിക്കുകയാണ്. ബോട്ടിലെ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന മറ്റ് 4 മത്സ്യത്തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപ വീതവും പൂർണ്ണമായും നഷ്ടപ്പെട്ട ബോട്ടിനും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും 50 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിന്റെ വസ്തുതാന്വേഷണ സംഘം ഹോസ്പിറ്റലിലെത്തി പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുകയും സംഭവങ്ങൾ സർക്കാരിന്റെ മുന്നിൽ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ അപകടം സംഭവിച്ച് മരണപ്പെട്ട 2 പേർക്ക് 10,000 രൂപയാണ് മത്സ്യ ഫെഡിൽ നിന്നും 5,000 രൂപ, അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നും നൽകി 10,000 രൂപയാണ് മരണപ്പെട്ടവർക്ക്. പരിക്കേറ്റ ആളുകൾക്ക് 5,000-ഉം 2,500 രൂപയുമാണ് നൽകിയത്. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ വാഹനങ്ങളാണെങ്കിൽ വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങള് ഇതിനേക്കാൾ വലുതായി. നമ്മുടെ നാട്ടിലെ തെരുവ് നായകൾക്ക് തുല്യമാണോ മത്സ്യത്തൊഴിലാളികൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ നഷ്ടപരിഹാര വിതരണങ്ങൾ നടന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കരയിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന കടലിന്റെ രക്ഷകർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിടുമ്പോൾ ഇത്തരത്തിൽ തിരിഞ്ഞു നോക്കാത്ത ഖേദകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ സംഭവത്തിലെ ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾ വസിക്കുന്ന ആ പ്രദേശത്ത് CPM-ന്റെ മെമ്പർമാരടക്കം MLA-മാരടക്കം ഭരണകക്ഷിയിൽ ഉണ്ടായിട്ട് പോലും ബന്ധപ്പെട്ടിട്ടുള്ള നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ അധീനതയിലുള്ള 12 നോട്ടിക്കൽ മൈൽ കടലിൽ ചേറ്റുവക്ക് വടക്ക് വശത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെയാണ് ലക്ഷദ്വീപ് കപ്പൽ ഇടിച്ച് അപകടം സംഭവിച്ചത്. കപ്പൽ ചാലിലൂടെ യാത്ര ചെയ്യേണ്ട കപ്പൽ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഏരിയയിലൂടെ വരികയും അശ്രദ്ധമായ കപ്പൽ യാത്രകൾ കോസ്റ്റ് ഗാർഡ് തടയാതിരിക്കുന്നതാണ് ഇത്തരം കടൽ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുടെ ജീവനും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിൽ കുറ്റകരമായ വീഴ്ചയാണ് അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നതെന്നും കുറ്റക്കാരുടെ പേരിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇടതു സർക്കാരിൻ്റെ നിർദ്ദിഷ്ട തീരക്കടൽ ചരക്ക് ഗതാഗത പദ്ധതി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും തീരക്കടൽ ചരക്ക് ഗതാഗത പദ്ധതി നിർത്തൽ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ കുഞ്ഞൻ ബാവ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി, SDTU ജില്ലാ സെക്രട്ടറി ബിലാൽ പൊന്നാനി, റിഷാബ്, അജ്മൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.